നമസ്തേ, യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആശ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡേ ത്രീ ഫോളോ അലോങ് യോഗ പ്രാക്ടീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഡേ 3യിൽ ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ടല്ല ചെയ്യുന്നത്. ഡേ 1 ആൻഡ് ഡേ 2 ഫോളോ ചെയ്യുന്നവർക്ക്, കുറച്ച് പേരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു, അങ്ങനെ ചെയ്യുന്നവർക്ക് അടുത്തത് എന്താണ് നിങ്ങൾ അതിൽ ആഡ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ 2 ബ്രീത്തിങ് എക്സസൈസിൻ്റെ പ്രാക്ടീസുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിവിഷൻ പോലെ ജസ്റ്റ് പറഞ്ഞു പോവുകയാണെങ്കിൽ, നമ്മൾ ഈ 2 ദിവസങ്ങളിൽ അല്ലെങ്കിൽ 2 വീഡിയോസിലായിട്ട് പഠിച്ചത് എന്തെല്ലാമായിരുന്നു എന്ന് പറഞ്ഞാൽ, ലൂസനിങ് എക്സസൈസുകൾ ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡിങ്ങിൽ ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സുപ്പൈൻ പോസിൽ മലന്ന് കിടന്നുകൊണ്ടുള്ള പ്രാക്ടീസസ്, ആസനാസും ബ്രീത്തിങ് എക്സസൈസുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2 ബ്രീത്തിങ് പ്രാക്ടീസസ് ആണ്. ടൈഗർ ബ്രീത്തിങ് ആൻഡ് ശശാങ്കാസന ബ്രീത്തിങ്. നമ്മൾക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഫുള്ളായിട്ടുള്ള ഒരു റൊട്ടീൻ പോലെ, അല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ള എല്ലാ ഇതും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇന്ന് ഈ 2 ബ്രീത്തിങ് പ്രാക്ടീസസ് ആണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളത് സ്റ്റാൻഡിങ് ബ്രീത്തിങ് പ്രാക്ടീസസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു സിറ്റിംഗ് ബ്രീത്തിങ് പ്രാക്ടീസസ് കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. നമ്മൾക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ കാലുകൾ രണ്ടും മുൻപിലേക്ക് നീട്ടി. അപ്പോൾ ബാക്കി എല്ലാ പ്രാക്ടീസസും അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, അതിനൊപ്പം ഇതുകൂടി ഇൻക്ലൂഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? കാലുകൾ രണ്ടും മുൻപിലേക്ക് നീട്ടി ദണ്ഡാസന സ്ഥിതി എന്ന് പറയുന്ന സ്ഥിതിയിലിരിക്കുക. കാല് മുൻപിലോട്ട് നീട്ടി നടുവ് നിവർത്തി നേരെ ഇരിക്കുന്ന സ്ഥിതി. അതിനുശേഷം വജ്രാസനയിലേക്ക് വരണം. വജ്രാസന മീൻസ് ഓരോ കാലുകളായിട്ട് മുട്ടുമടക്കി ഉപ്പൂറ്റിയിലിരിക്കുന്ന സ്ഥിതിയാണ് വജ്രാസന. ഓൾറെഡി നീ പെയിൻ ഉള്ളവർക്ക്, മുട്ട് സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ളവർക്ക് വജ്രാസന ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർ കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കാതിരിക്കുക. അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കുറച്ചൊരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെയായിട്ട് എന്തെങ്കിലും ഒരു തുണി മടക്കി ഒരു സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുക കാൽമുട്ടിന് താഴെ. അതല്ല, കാലിൻ്റെ ഈ ഒരു ഭാഗത്താണ് നിങ്ങൾക്ക് ആ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ തുണി മടക്കി സപ്പോർട്ട് കൊടുത്ത് നോക്കുക. അത് കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനെ ഇരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഇരുത്തം ഇങ്ങനെ വരരുത്, നടുവ് നിവർത്തി നേരെ വേണം ഇരിക്കാൻ. അപ്പോൾ സ്ഥിതി ഈ പൊസിഷനിൽ കംഫർട്ടബിൾ ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള പ്രാക്ടീസുകൾ തന്നെ വീണ്ടും വരുന്ന ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യം ഈ സ്ഥിതിനെയാണ് വജ്രാസന എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പോലും ഇരിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥിതിയാണ് വജ്രാസന സ്ഥിതി. മറ്റാസനങ്ങളൊന്നും ഭക്ഷണം കഴിച്ചതിനുടനെ ചെയ്യാൻ പാടില്ല, അല്ലേ? അപ്പോൾ ഈ ഒരു സ്ഥിതിയാണ് വജ്രാസന എന്ന് പറയുന്നത്. വജ്രാസന സ്ഥിതിയിൽ ഇരിക്കുക. ശേഷം ഒരു കൈമുട്ട് അകലത്തിൽ നമ്മൾ കാൽമുട്ടുകൾ വെക്കുക. ഒരു കൈമുട്ട് അകലം ഉണ്ടായിരിക്കണം കാൽമുട്ടുകൾ തമ്മിൽ. ഒരു കൈമുട്ട് മുൻപിലോട്ടും ഒരു കൈപ്പത്തി കൂടി മുൻപിലേക്ക് എടുക്കുക. ടേബിൾ ടോപ്പ് പൊസിഷനിലോട്ട് വരിക. അതായത് 4 കാലിൽ നിൽക്കുന്ന സ്ഥിതി. നമ്മൾ ആന കളിക്കാനൊക്കെ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങളുടെ കൂടെ ആന കളിക്കുമ്പോഴൊക്കെ നിൽക്കുന്ന ഒരു സ്ഥിതി എന്ന് വേണമെങ്കിൽ പറയാം, അല്ല, എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട്. ടേബിൾ ടോപ്പ് പൊസിഷനിലോട്ട് വരിക. ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെ ആയി പോവരുത്, നേരെ ടേബിൾ പോലെ തന്നെ ആയിരിക്കണം വരേണ്ടത്. റിസ്റ്റിന് നേരെ മുകളിൽ ഷോൾഡർ വരണം, കാൽമുട്ടിന് നേരെ മുകളിൽ ഹിപ്പ് വരണം. ഒരു ടേബിൾ പോലെ ആയിരിക്കണം നമ്മുടെ സ്പൈൻ. ഇനി ഈ ഒരു പൊസിഷനിൽ വന്നതിന് ശേഷം നമ്മളുടെ കൈപ്പത്തി, കാൽമുട്ട്, കാൽപാദം ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ഇരിക്കുന്നത്. ഇത്രയും കറക്റ്റ് ചെയ്യുക. ഇങ്ങനെ ചാഞ്ഞോ ഇങ്ങനെയോ നിൽക്കരുത്. ഓക്കെ, ദെൻ ശ്വാസം എടുത്തുകൊണ്ട് തലമുകളിലേക്കും നടുവ് താഴോട്ടും വളച്ചു കൊടുക്കുക നന്നായിട്ട്. ശ്വാസം വിടുമ്പോൾ കൈമുട്ട് മടക്കാതെ തന്നെ താടി നെഞ്ചിനടുത്തോട്ട് അല്ലെങ്കിൽ അപ്പർ നോച്ചിനടുത്തേക്ക് നമ്മുടെ നടുവ് നന്നായിട്ട് മുകളിലോട്ട് ഉയർത്തി കൊടുക്കുക, ഒരു റാ ഷേപ്പ് പോലെ. ക്ലിയർ ആയോ? ഇൻഹേൽ, ശ്വാസം എടുത്ത് തലമുകളിലേക്ക് നടുവ് നന്നായിട്ട് താഴോട്ട് കുഴിച്ചു കൊടുക്കുക. കൈമുട്ട് മടങ്ങരുത്. ശ്വാസം വിട്ടുകൊണ്ട് നന്നായിട്ട് താടി നെഞ്ചിനടുത്തോട്ട് സ്പൈനെ നന്നായിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ബ്രീത്ത് ഇൻ, തലമുകളിലേക്ക് നടുവ് താഴോട്ട് വളച്ചു കൊടുക്കാം. ബ്രീത്ത് ഔട്ട്, സ്പൈൻ നന്നായിട്ട് റൗണ്ട് ചെയ്തു. കൈമുട്ട് മടങ്ങരുത്. ഇൻഹേൽ, എക്സ്ഹേൽ. ഒരു തവണ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. ശ്വാസം എടുത്ത് തല മുകളിലോട്ട് നടുവ് താഴേക്ക് വളച്ചു കൊടുത്തു. 1 2 3 4 and 5. എക്സേൽ ചെയ്യുമ്പോൾ
സ്പൈനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. താടി നെഞ്ചിനടുത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുട്ട് മടക്കിയിട്ട് തല താഴോട്ട് കൊണ്ടുപോകരുത്, കൈമുട്ട് മടങ്ങരുത്, സ്പൈനാണ് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. ദെൻ ഈ ഒരു അപ്പർ നോച്ച് നമ്മുടെ കോളർ ബോണില്ലേ അതിന് നടുക്കായിട്ട് വരുന്ന രീതിയിൽ ദെൻ റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യേണ്ടത് ശശാങ്കാസനയിലാണ്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ടൈഗർ ബ്രീത്തിങ് ആണ് നമ്മൾ ചെയ്തത്, അല്ലെങ്കിൽ ഇതിനെ തന്നെ മാർജാരാസന എന്ന പേരിൽ അറിയപ്പെടും, ക്യാറ്റ് ആൻഡ് കൗ പോസ് എന്ന് പറയും. എല്ലാം ഒരേ പ്രാക്ടീസ് തന്നെയാണ്. ഇവിടെ നമ്മൾ ടൈഗർ ബ്രീത്തിങ് എന്നാണ് അതിന് പഠിക്കുന്നത്. ഇനി റിലാക്സേഷന് വേണ്ടി കൈകൾ മുൻപിലോട്ട് നീട്ടിയിടുക, തല മുൻപിലോട്ട് കുനിക്കുക. ഹിപ്പ് ഉയർന്നു പോവാതെ തന്നെ തല മുൻപിലോട്ട് കുനിക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ലത്. കാൽമുട്ട് ചേർത്ത് വെക്കാൻ സാധിക്കുന്നവർ കാൽമുട്ട് ചേർത്ത് വെക്കുക. നോർമൽ ബ്രീത്തിങ്. ശ്വാസം എടുത്ത് നേരെ വരാം. കാൽമുട്ട് ചേർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അതുപോലെ നീ പെയിൻ മുട്ടുവേദന ഉള്ളവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ശശാങ്കാസനയിൽ കിടക്കാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. അപ്പം അങ്ങനെയുള്ളവർ ഒന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ മുട്ടിന് താഴെയായിട്ട് എന്തെങ്കിലും വെച്ച് നോക്കുക. സിവിയറായിട്ട് എന്തെങ്കിലും നീ റിലേറ്റഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ മുട്ട് തേയ്മാനം പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ അത് അവോയ്ഡ് ചെയ്യുക. ഈ ഒരു പ്രാക്ടീസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തീരെ മുൻപിലോട്ട് ബെൻഡ് ചെയ്യാനായിട്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നതെങ്കിൽ കാൽമുട്ടുകൾ അകത്തി വെച്ചിട്ട് നിങ്ങൾ മുൻപിലോട്ട്, അതായത് വയറൊക്കെ കൂടുതലുള്ളവർക്ക് ഇത്രയും ആയിരിക്കും ബെൻഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഫോർവേഡ് ബെൻഡിങ് അത്ര ഓക്കെ അല്ലാത്തവർക്ക്. അപ്പോൾ കാൽമുട്ടൊന്ന് അകത്തി വെച്ചിട്ട് മുൻപിലോട്ട് ബെൻഡ് ചെയ്ത് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാവുന്നതാണ്. ഹിപ്പ് ഉയർന്നു പോവരുത്. ഹിപ്പ് മാക്സിമം ഉപ്പൂറ്റി, അതായത് നമ്മുടെ ബട്ടക്സ് മാക്സിമം ഉപ്പൂറ്റിയിലോട് ഹീൽസിനടുത്ത് തന്നെ വെച്ചിട്ട് എന്തോരം നിങ്ങൾക്ക് തല മുൻപിലോട്ട് കുനിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ ആ രീതിയിലാണ് ശശാങ്കാസന ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. നമ്മൾ ചെയ്തത് ടൈഗർ ബ്രീത്തിങ്. ഓക്കെ, അടുത്തതും സിറ്റിംഗിൽ തന്നെയുള്ള ബ്രീത്തിങ് എക്സസൈസ് ആണ്. ശശാങ്കാസന ബ്രീത്തിങ് എന്നാണ് ഇതിനെ പറയുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി വലത് കൈയിൻ്റെ റിസ്റ്റിൽ ഇടത് കൈയിൻ്റെ വിരലുകൾ കൊണ്ട് കൂട്ടിപ്പിടിക്കുക. മുൻപിലല്ല, പുറകിലായിട്ട് വലത് കൈയിൻ്റെ റിസ്റ്റിൽ ഇടത് കൈയിൻ്റെ വിരലുകൾ കൊണ്ട് കൂട്ടിപ്പിടിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് പതിയെ തല മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് മുൻപിലേക്ക് ബെൻഡ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യുക. ഇൻഹേൽ, തല മുകളിലേക്ക്. എക്സ്ഹേൽ, ബ്രീത്ത് ഇൻ, തല മുകളിലോട്ട്. ബ്രീത്ത് ഔട്ട്. ഇൻഹേൽ, exhale. 2 more rounds. Breathe in, breathe out. ഒരു തവണ കൂടി. ഇൻഹേൽ, തല പതിയെ മുകളിലേക്ക്. എക്സ്ഹേൽ, റിലാക്സ് ചെയ്യുക. നോർമൽ ബ്രീത്തിങ്. ഇനി നിങ്ങൾക്ക് മുൻപിലോട്ട് ബെൻഡ് ചെയ്യുമ്പോൾ ഇത്ര മാത്രം ബെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂവെങ്കിൽ ഇവിടെ 1-2 പില്ലോ വെച്ചിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കൈ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടും ഈ ഒരു പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതെല്ലാം തീരെ മുൻപിലോട്ട് ബെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എവിടെയാണോ എത്തുന്നത് അവിടെ നോർമൽ ബ്രീത്തിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്തോളൂ, അത് കുഴപ്പമില്ല. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർന്ന് നേരെ വരാം. ഈ കാലുകൾ മുൻപിലേക്ക് നീട്ടി വെക്കാം. വജ്രാസനയിൽ നിന്നും കാലുകൾ മുൻപിലേക്ക് ദണ്ഡാസനയിൽ, അതായത് ഇരിക്കുന്ന സ്ഥിതി ദണ്ഡാസനയിൽ വന്നു. ശേഷം ശിഥില ദണ്ഡാസനയാണ് റിലാക്സേഷൻ, അതായത് കാലുകൾ അകത്തി വെക്കുക, കൈകൾ പുറകിൽ കുത്തി വെക്കുക, തല പിറകിലോട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് അനുവദിച്ചു കൊടുക്കുക. ഓക്കെ, സാവധാനം നേരെ വരാം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള 2 ബ്രീത്തിങ് എക്സസൈസ് ആണ് ഡേ 3. അത് ഏതൊക്കെയായിരുന്നു? ടൈഗർ ബ്രീത്തിങ്ങും ശശാങ്കാസന ബ്രീത്തിങ്ങും. രണ്ടും സിറ്റിംഗ് പോസസ് ആണ്. പക്ഷെ മുട്ടുവേദന ഉള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരെയും ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. അത് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കി പ്രാക്ടീസുകളെല്ലാം ചെയ്യാം.
ഇനി അതെല്ലാം മുട്ട് താഴെ കുത്തുമ്പോഴാണ് ബുദ്ധിമുട്ടെങ്കിൽ ടൈഗർ ബ്രീത്തിങ്ങിൻ്റെ തന്നെ വേറൊരു വേരിയേഷനും ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. സിറ്റിംഗ് പൊസിഷനിൽ തന്നെ ഇരിക്കുക. നമ്മൾ ടൈഗർ ബ്രീത്തിങ് ചെയ്ത പോലെ തന്നെ നടുവതെ ശ്വാസം വിടുമ്പോൾ നടുവ് ബാക്കിലോട്ടും താടി നെഞ്ചിനടുത്തോട്ടും, ശ്വാസം എടുക്കുമ്പോൾ തല മുകളിലോട്ടും നടുവ് താഴോട്ടും കുഴിച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിലായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. ക്ലിയർ ആയെന്ന് കരുതുന്നു. വശത്തുകൂടി കാണിച്ചു തരണമെങ്കിൽ കാണിച്ചു തരാം. മുട്ടുകുത്തി നിൽക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി സിറ്റിംഗ് പൊസിഷൻ, ചമ്രം പടിഞ്ഞിരിക്കാൻ ഓക്കെയാണ്. പക്ഷേ മുട്ടുകുത്തി ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ടൈഗർ ബ്രീത്തിങ്ങിന് പകരമായിട്ട് ഒരു ഓൾട്ടർനേറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. അതായത് 2 കൈകളും കാൽമുട്ടിന് മുകളിൽ ഇങ്ങനെ വെക്കുക. ശ്വാസം എടുക്കുമ്പോൾ തല മുകളിലേക്ക്, നടുവിങ്ങനെ താഴോട്ട് അല്ലെങ്കിൽ മുൻപിലോട്ട് കൊടുക്കുക. ശ്വാസം വിടുമ്പോൾ ഇതേപോലെ താടി നെഞ്ചിനടുത്തോട്ട് വയറകത്തോട്ട് പുള്ളിൻ ചെയ്യുക. നടുവൊരു റാ ഷേപ്പാക്കി കൊടുക്കുക. അതേപോലെ ശ്വാസം എടുത്ത് തല മുകളിലോട്ട് വിട്ടുകൊണ്ട് ഈ രീതിയിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇനി ശശാങ്കാസനയിൽ നിങ്ങൾക്ക് മുട്ടുകുത്തിയിട്ട് മുൻപോട്ട് ബെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചമ്രം പടിഞ്ഞിരുന്നിട്ട് നിങ്ങൾക്ക് കൈ വേണമെങ്കിൽ പുറകിൽ പിടിച്ച് തല മുകളിലോട്ട് ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഉയർത്താം. എക്സ്ഹെയിൽ ചെയ്ത് മുൻപിലോട്ട് ബെൻഡ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് എവിടെ വരെയാണോ പറ്റുന്ന ആ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് മാത്രമായിട്ട് ചെയ്യുന്നവർക്ക് ഇത് മാത്രമായിട്ട് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ആ ഒരു റൊട്ടീനായിട്ട് ഫോളോ ചെയ്യാൻ ഓക്കെ ആണെന്നുള്ളവർ ഡേ 1ലും ഡേ 2ലും ചെയ്തതുപോലെ ലൂസനിങ് എക്സസൈസുകൾ ചെയ്യുക, സ്റ്റാൻഡിങ്ങിൽ ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യുക. അതിനുശേഷം ഇതുകൂടി ഇൻക്ലൂഡ് ചെയ്യുക. സ്റ്റാൻഡിങ് ബ്രീത്തിങ് എക്സസൈസ് കഴിഞ്ഞിട്ട് ഈ സിറ്റിംഗ് 2 ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. അതിനുശേഷം കിടന്നിട്ടുള്ള പ്രാക്ടീസ് കൂടി ചെയ്ത് ശവാസനയിൽ കിടന്ന് റിലാക്സേഷനും ചെയ്തിട്ട് എൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇതാണ് അവിടെ നമ്മുടെ ഡേ 3 എന്നുള്ള രീതിയിൽ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന 2 ബ്രീത്തിങ് എക്സസൈസ്. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് സ്റ്റാൻഡിങ് ആസനാസും മറ്റും പരിചയപ്പെടാം. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റിലൂടെ ചോദിക്കാം. ആരെല്ലാമാണ് ഇത് ഫോളോ ചെയ്യുന്നതെന്നും എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് താഴെ എനിക്ക് കമൻറ്റ് ചെയ്യുക, ഞങ്ങളിത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ബാക്കി കണ്ടിന്യൂവേഷൻ ഡേ 4 ആയിട്ട് അടുത്ത ദിവസത്തിൽ തന്നെ കാണാം. അതിനിടയിൽ മറ്റ് വീഡിയോസ് ഉണ്ടെങ്കിൽ അതായിട്ട് നമ്മൾക്ക് കാണാം. എപ്പോഴും പറയാറുള്ളത് പോലെ ഓൺലൈൻ യോഗ ക്ലാസ്സുകൾ നമ്മുടെ നടക്കുന്നുണ്ട്. പുതിയ ബാച്ച് ഏപ്രിൽ 1st വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സൂം ആപ്പിലാണ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. വീക്ക്ലി 3 സെഷൻസ് ആണ് ലൈവായിട്ട് പോകുന്നത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള വാട്സപ്പ് നമ്പറിലൂടെ വാട്സപ്പ് മെസ്സേജിലൂടെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമസ്തേ.